ആർട്ടിഫിഷ്യൽ പുല്ല് വെച്ച് പിടിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ള സ്ലോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർലോക്ക് വെക്കാനും പുല്ല് വെച്ച് പിടിപ്പിക്കാനും ഗ്രാവൽ ഫില്ല് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ചിലവ് വരുന്നത് ഏതാണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 5 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച ഒരു വീടും ഇന്റർലോക്ക് പതിപ്പിച്ച ആ വീടിന്റെ മുറ്റവുമാണ്. എങ്ങനെയാണ് ഈ ഇന്റർലോക്ക് ഡിസൈൻ ചെയ്തത് എന്നുള്ളതും അതിൻ്റെ 2D, 3D വീഡിയോ എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇന്റർലോക്ക് ഡിസൈൻ്റെ എസ്റ്റിമേറ്റും ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ വീടിൻ്റെ പ്ലാന് 720 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണിത്. ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതും റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യമായിട്ട് ഇന്റർലോക്ക് ഡിസൈൻ്റെ 2D പ്ലാൻ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് 2D പ്ലാൻ. ഇതിൽ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ഇന്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗം നമ്മൾ കുറച്ച് ഗ്രാവൽ കൊടുക്കുന്ന എന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇന്റർലോക്ക് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. 2 രീതിയിലാണ് ഇന്റർലോക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഡാർക്ക് കളേർഡ് ഇന്റർലോക്കും ലൈറ്റ് കളേർഡ് ഇന്റർലോക്കിൻ്റെ ഒരു മിക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ ടൈപ്പ് ഡിസൈനാണ്. നമ്മളിങ്ങനെ വീടിനോട് ചാരി വരുന്ന ഏരിയയിൽ ഒരു ബോർഡർ ടൈപ്പ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഡാർക്ക് കളേർഡ് ഇന്റർലോക്ക് കൊടുത്തു. അതിങ്ങനെ എക്സ്റ്റെൻഡ് ആയി വന്നിട്ട് 2 ഭാഗത്തെയും മതിലിനോട് ചേർന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ കാര്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇടത്തെ സൈഡിൽ നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പുല്ല് വെച്ച് പിടിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 1 മീറ്റർ വീതിയിൽ 10 മീറ്റർ നീളത്തിലും ഇടത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളവിടെ ലോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലത്തെ സൈഡിൽ നമ്മളൊരു ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റിങ് ഏരിയ, ഒരു പ്ലാന്റ് ബോക്സ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 60 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ പ്ലാനിൽ കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്ലാൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ള സ്ലോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ലൈറ്റ് പോയിന്റുകളൊക്കെ വേണമെന്നുള്ളവർക്ക് ലൈറ്റ് പോയിന്റുകളും അതുപോലെ തന്നെ പ്ലംബിംഗ് ഒക്കെ എന്തെങ്കിലും വാട്ടർ ടാപ്പുകളോ ഫൗണ്ടെയിനുകളോ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കണക്ഷനും കൂടി ഇന്റർലോക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ പറയാൻ വിട്ടുപോയി, ഈ ഏരിയയിലും നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ നമ്മുടെ ബെഡ്റൂമിനോട് ചാരി നമ്മളൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിറകിലായിട്ട് ഒരു ചെറിയ പ്ലാൻ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ 2D പ്ലാനിൽ പറയാനുള്ളത്. ഈ 3D വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടു, ഒന്നും കൂടി നമുക്ക് കാണാം. ഈ രീതിയിലാണ്. ഇതൊരു ബേസിക് 3D ആണ് കേട്ടോ. നമ്മൾ ഹൈ ക്വാളിറ്റി ഒന്നും വെച്ച് ചെയ്തതല്ല, ബേസിക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഡിസൈനിൽ ഇൻ്റർലോക്ക് ചെയ്യാൻ ഏകദേശം എത്ര രൂപ വരും എന്നുള്ളതൊന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാലോ, മാർക്കറ്റിൽ പല രീതിയിലുള്ള ഇൻ്റർലോക്കുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇൻ്റർലോക്ക് ബ്രിക്കുകളുണ്ട്, കടപ്പ സ്റ്റോണും നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണും അടക്കമുള്ള പല മെറ്റീരിയൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റോണുകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് ഉണ്ട്. എന്നാൽ ഇതേ സ്റ്റോണിൻ്റെ അതേ പാറ്റേണിലും ഡിസൈനിലുള്ള ഇൻ്റർലോക്ക് ബ്രിക്കുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലരും ചെയ്യുന്നുണ്ട്. 60 രൂപ മുതൽ 70, 75 രൂപ മുതലൊക്കെ ഈ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് ഒരു ആവറേജ് എമൗണ്ട് വരുന്നത് ഒരു 85 രൂപ സ്ക്വയർ ഫീറ്റിന് ഇട്ടിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോൺ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഈ നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ വേണമെങ്കിൽ അതിലും കുറഞ്ഞ് ചെയ്യുന്നവരും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ആവറേജ് റേറ്റ് 85 രൂപ ഇൻ്റർലോക്ക് ബ്രിക്ക് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 870 സ്ക്വയർ ഫീറ്റ് ആണ്. 85 രൂപ നിരക്കിൽ 870 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ നമുക്ക് ചിലവ് വരുന്നത് 74,000 രൂപയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ബാക്ക് ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഗ്രാവൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ചിലവ് വരുന്നത് ഒരു 16,000 രൂപയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഗ്രാവൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാവൽ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നത് നമ്മൾ ലോൺ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം പുല്ല് നമ്മൾ വെച്ച് പിടിപ്പിക്കുക. നാച്ചുറൽ ഗ്രാസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നാച്ചുറൽ ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നാച്ചുറൽ ഗ്രാസ് തന്നെയാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്രാസ്, അത്യാവശ്യം വിലയുണ്ട്. ഞാനിവിടെ ഒരു 50 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന ഒരു ഗ്രാസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 40 രൂപയ്ക്ക് 30 രൂപയ്ക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ക്വാളിറ്റി നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ 150 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് പിടിപ്പിക്കാനുള്ളത്. നമുക്ക് 50 രൂപയ്ക്ക് ഏകദേശം 7,500 രൂപ ചിലവ് വരും ഈ പുല്ല് വെച്ച് പിടിക്കാനുള്ള ചിലവ്. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർലോക്ക് വെക്കാനും പുല്ല് വെച്ച് പിടിപ്പിക്കാനും ബാക്ക് ഭാഗത്ത് ഗ്രാവൽ ഫില്ല് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ചിലവ് വരുന്നത് ഏതാണ്ട് 99,000 രൂപയാണ്. ഞാൻ പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് ഗ്രാവൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും.
ഇനി നിങ്ങൾക്ക് ഇതിൽ ക്വാളിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇൻ്റർലോക്ക് ബ്രിക്ക് കുറച്ചും കൂടിയൊക്കെ കുറഞ്ഞ ബ്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 8,000 9,000 രൂപയൊക്കെ സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു കേസിൽ കേട്ടോ. പിന്നെ ആർട്ടിഫിഷ്യൽ പുല്ലിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് കുറഞ്ഞ പുല്ലൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1,500 2,000 രൂപ അവിടെയും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു 70,000 രൂപയ്ക്കൊക്കെ ഒരു ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്. ഈ പറഞ്ഞ എമൗണ്ടൊക്കെ നമ്മുടെ ലോക്കൽ റേറ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസും നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് മാറും ട്ടോ. പിന്നെ ലോക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, റേറ്റ് ചെക്ക് ചെയ്യുക. അതാണ് ഏറ്റവും സേഫ്. നമ്മൾ പറയുന്ന റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞത് 5 സെൻറ്റ് പ്ലോട്ടിൽ നമ്മൾ ചെയ്ത ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള വീടിൻ്റെ എസ്റ്റിമേറ്റ് ആണ്. ഈ വീടിൻ്റെ സെപ്പറേറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, കൂടെ ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.